ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 715 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പ്യർ 4-11 തിരുവചനമാണ്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടുകൂടി ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അലസത കാണിക്കരുത് എന്ന അർത്ഥത്തിലാണ് അലംഭാവം എന്ന പദം നാം ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ വചനത്തിൽ സംതൃപ്തി എന്ന അർത്ഥമാണ് ആ വാക്കിന് നൽകുന്നത്. 1 തിമോത്തിയോസ് 6 തിരുവചനത്തിൽ അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും എന്ന് നാം കാണുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാണ്. സംതൃപ്തിയോടെ ആയിരിക്കുവാനായിട്ട് വിശുദ്ധ പൗലോസിന് പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അവൻ സഹജമായി സമാധാനത്തിലും സംതൃപ്തിയിലും ആയിരുന്നില്ല. എങ്ങനെയാണ് അവൻ സംതൃപ്തി കണ്ടെത്തിയത്? ക്രിസ്തുവിൽ ആശ്രയിച്ചതിലൂടെ, ക്രിസ്തുവിൽ ജീവിച്ചതിലൂടെ. അതുകൊണ്ടാണ് അവൻ പിന്നീട് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. സംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കാതെ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? വ്യത്യസ്തമായ വെല്ലുവിളികളാണ് ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. ആ സമയങ്ങളിലെല്ലാം സഹായത്തിനും ശക്തിക്കുമായി യേശു തമ്പുരാനെ നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവങ്കിലേക്ക് നോക്കുന്നവരൊക്കെയും പ്രകാശമുള്ളവരായി മാറ്റപ്പെടും. ഏതൊരു ജീവിത സാഹചര്യത്തിലും യേശുവിനെ ചേർത്ത് പിടിക്കുവാനായിട്ട്, ഉള്ളതുകൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കുവാനായിട്ട്, ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുവാനായിട്ട് നമ്മെല്ലാം നമ്മുടെ കർത്താവ് സഹായിക്കും. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളുമൊക്കെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.